dinitrogen and dihydrogen react with each other to produce ammonia according to the following chemical reaction. N2 plus H2 gives 2NH3. അത് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ അല്ല. ഇതിൻ്റെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് മക്കളെ എഴുതണ്ടേ? ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ N2 plus 3H2 gives 2NH3. ഇങ്ങനെയല്ലേ എഴുതണ്ടേ? ഓക്കെ. കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് അമോണിയ പ്രൊഡ്യൂസ്ഡ് ഇഫ് 2 into 10 raised to 3 gram dinitrogen react with 1 into 10 raised to 3 gram dihydrogen. Will any of the two reactant remain unreacted? If yes, which one and what would be its mass? Okay, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ലിമിറ്റിംഗ് റിയേജന്റുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ചെയ്ത് നോക്കാം മക്കളെ. ഇതാ നോക്കിയോ. അപ്പോൾ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട് ഇല്ലേ മക്കളെ? ഇനി ഈ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനകത്ത് നിന്നുള്ള ഓരോ ആളുകളുടെയും മാസും കൂടെ നമുക്കൊന്ന് എടുത്ത് എഴുതിയാലോ? ദാ 28 ഗ്രാം നൈട്രജൻ, 6 ഗ്രാം ഹൈഡ്രജൻ, 34 ഗ്രാം അമോണിയ. അത് നമ്മൾ എഴുതി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടോണേ. ദാ ഇവിടെ നമ്മളെടുത്ത് പറഞ്ഞേക്കുന്നത് എന്തുവാ? കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് അമോണിയ പ്രൊഡ്യൂസ്ഡ്. ഇപ്പോൾ ഇഫ് 2 into 10 raised to 3 gram 2000 ഗ്രാം നൈട്രജൻ റിയാക്ട് വിത്ത് 1 into 10 raised to 3 gram ഡൈഹൈഡ്രജൻ. മക്കളെ അപ്പോൾ 2000 ഗ്രാം നൈട്രജനും ഡൈനൈട്രജനും 1000 ഗ്രാം ഡൈഹൈഡ്രജനും കൂടെ റിയാക്ട് ചെയ്താൽ അതിൻ്റെ ഫലമായിട്ട് കിട്ടുന്ന അമോണിയ എത്രയുണ്ട് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. അതുകൂടാതെ വിൽ എനി ഓഫ് ദ 2 റിയാക്റ്റൻസ് റിമെയിൻ അൺറിയാക്റ്റഡ്. ഇവിടെ ഏതെങ്കിലും ഒരാൾ അൺറിയാക്റ്റഡ് ആയിട്ട് കിടക്കുമോ? റിയാക്ട് ചെയ്യാതെ അധികമായിട്ട് ബാക്കി വരുമോ? ഇഫ് യെസ്, വിച്ച് വൺ ആൻഡ് വാട്ട് വുഡ് ബി ഇറ്റ്സ് മാസ്. ഓക്കെ, അതിൻ്റെ മാസം അത് ആരാണെന്നും ഒക്കെ കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഏതാ നമ്മളെ കയ്യിൽ എന്താ തന്നിരിക്കുന്നത് മക്കളെ? 2000 ഗ്രാം നൈട്രജൻ, 1000 ഗ്രാം ഹൈഡ്രജൻ എത്ര അമോണിയ തരും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ട കാര്യം 2000 ഗ്രാം നൈട്രജന് റിയാക്ട് ചെയ്യാൻ എത്ര ഹൈഡ്രജൻ വേണം എന്നുള്ളത് നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കാം. നിങ്ങൾ ദാ ഈ പറയുന്ന ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ വെച്ചുകൊണ്ട് നമുക്ക് പറയാം 28 ഗ്രാം നൈട്രജന് റിയാക്ട് ചെയ്യാൻ 6 ഗ്രാം ഹൈഡ്രജൻ വേണം. എങ്കിൽ 2000 ഗ്രാം നൈട്രജന് റിയാക്ട് ചെയ്യാൻ എക്സ് ഗ്രാം ഹൈഡ്രജൻ വേണമെന്നിരിക്കട്ടെ. ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ദാ റേഷ്യോ എടുക്കാം. 28/2000 ഈക്വൽ ടു 6/x. ഇതിൽ നമുക്ക് എക്സ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 6 × 2000 ഡിവൈഡഡ് ബൈ 28. ഇത്രയും കിട്ടത്തില്ലേ? ഇത് ചെയ്യുമ്പോൾ നമുക്ക് 428.6 ഗ്രാം എന്ന് കിട്ടും. മക്കളെ, ഇതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? 2000 ഗ്രാം നൈട്രജന് റിയാക്ട് ചെയ്യാൻ എത്ര ഹൈഡ്രജൻ മതി? 428.6 ഗ്രാം ഹൈഡ്രജൻ മതി. പക്ഷേ നമ്മുടെ കയ്യിൽ എത്രയുണ്ടെന്ന് നോക്കുക. നമ്മുടെ കയ്യിൽ 1000 ഗ്രാം ഹൈഡ്രജൻ ഉണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അത് ഈ 428.6 ഗ്രാം ഹൈഡ്രജൻ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും ആര് തീർന്നു പോവും? നമ്മുടെ നൈട്രജൻ മൊത്തത്തിൽ അങ്ങ് തീർന്നു പോകും. അതാണ് ഇവിടെ സംഭവം. കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായോ? ഓക്കെ ആണേ? എങ്കിൽ മക്കളെ ദാ നമുക്ക് അതിനെ ബേസ് ചെയ്ത് നമുക്ക് പറയാം. ദാ നോക്കിക്കോണേ, എല്ലാവരും നോക്കിക്കോണേ, ശ്രദ്ധിച്ചോ. നമുക്ക് 2000 ഗ്രാം നൈട്രജന് റിയാക്ട് ചെയ്യാൻ 1000 ഗ്രാം ഹൈഡ്രജൻ്റെ ആവശ്യമില്ല. 428.6 ഗ്രാം ഹൈഡ്രജൻ മതി. സോ ആരാ ഇവിടെ ലിമിറ്റിംഗ് റിയേജൻറ്റ്? നൈട്രജനാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. കിട്ടിയോ? ഓക്കെ ആണേ? ക്ലിയർ ആണേ? ഇനി എത്ര അമോണിയ കിട്ടും? എമൗണ്ട് ഓഫ് അമോണിയ നമുക്ക് കണ്ടുപിടിക്കാം. എമൗണ്ട് ഓഫ് NH3 അമോണിയ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എന്താ നോക്കിയാൽ മക്കളെ, 28 ഗ്രാം നൈട്രജൻ റിയാക്ട് ചെയ്താൽ നമുക്ക് 34 ഗ്രാം അമോണിയ കിട്ടും ഇല്ലേ? എങ്കിൽ 2000 ഗ്രാം നൈട്രജൻ റിയാക്ട് ചെയ്താൽ y ഗ്രാം അമോണിയ കിട്ടുമെന്നിരിക്കട്ടെ. ഓക്കെ, ഇത് വെച്ചുകൊണ്ട് നമുക്ക് റേഷ്യോ എഴുതാമല്ലോ. എങ്ങനെ എഴുതാം മക്കളെ? 28/2000 ഈക്വൽ ടു 34/y. ഇവിടുന്ന് വൈയുടെ വാല്യൂ എത്ര കിട്ടും നോക്കാം നമുക്ക്. വൈയുടെ വാല്യൂ നമുക്ക് 2428.6 ഗ്രാം എന്ന് കിട്ടും. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം നമ്മൾ കണ്ടുപിടിച്ചു. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് അമോണിയ പ്രൊഡ്യൂസ്ഡ്. എത്രയാണ് മക്കളെ? 2428.6 ഗ്രാം അമോണിയയാണ് ഇവിടെ കിട്ടുന്നത്. വിൽ എനി ഓഫ് ദി 2 റിയാക്റ്റൻസ് റിമെയിൻ അൺറിയാക്റ്റഡ്. അതെ, തീർച്ചയായിട്ടും ഹൈഡ്രജൻ എന്താണ്? അൺറിയാക്റ്റീവായിട്ട് തുടരുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഇനി അതിൻ്റെ മാസ് എത്രയായിരിക്കും? എത്ര മാസ് ഹൈഡ്രജൻ ബാക്കി കാണും? നമ്മൾ 1000 ഗ്രാം ഇട്ട് കൊടുത്തു. അതിൽ എത്രയാണ് റിയാക്ട് ചെയ്തത്? 400 എത്രയായിരുന്നു നമ്മൾ കണ്ടുപിടിച്ച്? എന്ത് ചെയ്യാം മക്കളെ? ഏതാണ്ട് 428.6 ഗ്രാമാണ് റിയാക്ട് ചെയ്തത്. അപ്പോൾ എത്ര ബാക്കി വരും? 571.4 ഗ്രാം ബാക്കി വരും. അത്രയുമായിരിക്കും അൺറിയാക്റ്റീവായിട്ട് കിട്ടുന്നത്. കിട്ടിയോ?
ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സിമ്പിളാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. എന്താ അടുത്ത ക്വസ്റ്റ്യൻ? ഹൗ ആർ 0.5 മോൾ സോഡിയം കാർബണേറ്റ് ആൻഡ് 0.5 മോളാർ സോഡിയം കാർബണേറ്റ് ഡിഫറൻറ്റ്? മക്കളെ രണ്ടാളുകളെ പറയുന്നു. ഒന്നാമതായിട്ട് 0.5 മോൾ സോഡിയം കാർബണേറ്റ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ മോൾ കൺസെപ്റ്റ് പഠിച്ചുകൊണ്ട് അപ്പോൾ എന്താണ് ഒരു മോൾ എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാമല്ലോ. ഈ സോഡിയം കാർബണേറ്റിൻ്റെ മോളാർ മാസ് എത്രയാണ്? മോളാർ മാസ് ഓഫ് സോഡിയം കാർബണേറ്റ് നമുക്ക് നോക്കാം മക്കളെ. 2 സോഡിയം ഉണ്ട്, 1 കാർബൺ ഉണ്ട്, 3 ഓക്സിജൻ ഉണ്ട്. 2 സോഡിയം 2 × 23, 1 കാർബൺ 12, 3 ഓക്സിജൻ 3 × 16 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടും? 106 ഗ്രാം പെർ മോൾ എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇത് ഒരു മോളിൻ്റെ മാസല്ലേ? അപ്പോൾ 0.5 1 മോള് സോഡിയം കാർബണേറ്റിൻ്റെ മാസ്, 1 മോള് Na2CO3ൻ്റെ മാസ് എത്രയാണ് മക്കളെ? 106 ഗ്രാം. ഓക്കെ ആണേ? അപ്പോൾ 0.5 മോള് Na2CO3യുടെ മാസ് എത്രയായിരിക്കും? ഈ 106 0.5 × 106 ചെയ്താൽ പോരെ? 106ൻ്റെ പാതി എത്രയാണ് മക്കളെ? 53 ഗ്രാം. ഓക്കെ ആണോ? 1 മോള് സോഡിയം കാർബണേറ്റിൻ്റെ മാസ് എത്രയാണ്? 53 ഗ്രാം. അപ്പോൾ 0.5 മോള് സോഡിയം കാർബണേറ്റിൻ്റെ മാസ് എത്രയാണ്? 53 ഗ്രാം. അപ്പോൾ 0.5 മോള് സോഡിയം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് 53 ഗ്രാം സോഡിയം കാർബണേറ്റ് അവിടെ ഉണ്ടെന്നാണ്. ഓക്കെ ആണേ? ഇനി 0.5 മോളാർ സോഡിയം കാർബണേറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്തുവാ മക്കളെ? ഇത് മൊളാരിറ്റി അല്ലേ? മൊളാരിറ്റി എന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഇങ്ങനല്ലേ നമ്മൾ മൊളാരിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിലേ നമ്മൾ 0.5 മോളാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 0.5 മോൾ ഡിസോൾഡ് ഇൻ 1 ലിറ്റർ സൊല്യൂഷൻ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലായി കാണുമല്ലോ. 0.5 മോൾ എന്ന് പറഞ്ഞാൽ 53 ഗ്രാം സോഡിയം കാർബണേറ്റ് ഡിസോൾഡ് ഇൻ 1 ലിറ്റർ H2O. കിട്ടിയോ? ഓക്കെ ആണോ? ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് 10 വോളിയംസ് ഓഫ് ഡൈഹൈഡ്രജൻ ഗ്യാസ് റിയാക്ട് വിത്ത് 5 വോളിയം ഓഫ് ഡയോക്സിജൻ ഗ്യാസ്, ഹൗ മെനി വോളിയം ഓഫ് വാട്ടർ വേപ്പർ വുഡ് ബി പ്രൊഡ്യൂസ്ഡ്? എളുപ്പമുള്ളൊരു ചോദ്യമല്ലേ? നമുക്ക് ആദ്യം ഈ റിയാക്ഷൻ അങ്ങ് എഴുതാം. 2H2 + O2 gives 2H2O. ഓക്കെ, 2 ഹൈഡ്രജനും 2 ഓക്സിജനും കൂടി ചേർന്നാൽ എന്ത്? 2 വാട്ടർ ഫോം ചെയ്യുന്നു. ഇത് നമുക്ക് പല രീതിയിൽ പറയാം. 2 മോള് ഹൈഡ്രജൻ 1 മോള് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് 2 മോള് വാട്ടറായിട്ട് മാറുന്നു. 2 മോളിക്കൂള് ഹൈഡ്രജൻ 2 മോളിക്കൂൾ ഓക്സിജനുമായിട്ട് 2 മോളിക്കൂള് ഹൈഡ്രജൻ 1 മോളിക്കൂൾ ഓക്സിജനുമായിട്ട് കൂടി ചേർന്ന് 2 മോളിക്കൂൾ വാട്ടറായിട്ട് മാറുന്നു എന്ന് പറയാം. അല്ലെങ്കിൽ ഇത് രണ്ടും അല്ലാതെ മറ്റൊരു രീതിയിൽ നമുക്ക് പറയാൻ പറ്റും മക്കളെ. ഇവരുടെ വോളിയം വെച്ച് നിങ്ങൾ ഗേ-ലുസാക്സ് ലോ കേട്ടിട്ടില്ലേ? ഗേ-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയംസ്. ഗേ-ലുസാക്സ് ലോ നിങ്ങൾ കേട്ടിട്ടുള്ളതാണല്ലോ. ഗേ-ലുസാക്സ് ലോയിൽ നമ്മൾ എന്താ പറയുന്നത്? നമ്മൾ ഈ പറയുന്ന ഗ്യാസുകൾ കൂടിച്ചേരുന്നതോ ഗ്യാസ് ഫോം ചെയ്യുന്നതോ ആയിട്ടുള്ള റിയാക്ഷനിൽ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലും പ്രഷറിലും ഈ ഗ്യാസുകളുടെ വോളിയം തമ്മിലുള്ള റേഷ്യോ ഫിക്സഡ് ആയിരിക്കും എന്നാണ് നമ്മൾ ഗേ-ലുസാക്സ് ലോയിൽ പറയുന്നത്. അപ്പോൾ ഗേ-ലുസാക്സ് ലോ പ്രകാരം നമുക്കിതാ ഈ രീതിയിൽ ചിന്തിക്കാം മക്കളെ. 2 ലിറ്റർ ഹൈഡ്രജൻ 1 ലിറ്റർ ഓക്സിജനുമായിട്ട് കൂടി ചേർന്നാൽ 2 ലിറ്റർ വാട്ടർ കിട്ടുമെന്ന രീതിയിൽ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ സാർ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് മനസ്സിലാക്കുക. 2 ലിറ്റർ ഹൈഡ്രജന് റിയാക്ട് ചെയ്യാൻ എത്ര വേണം? 1 ലിറ്റർ ഓക്സിജൻ വേണം. അതിൻ്റെ ഫലമായിട്ട് എന്ത് കിട്ടും? 2 ലിറ്റർ വാട്ടർ വേപ്പർ കിട്ടും. ഇതല്ലേ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ മക്കളെ 10 വോളിയം ഹൈഡ്രജൻ റിയാക്ട് ചെയ്യാൻ എത്ര വോളിയം ഓക്സിജൻ വേണം? 5 വോളിയം ഓക്സിജൻ മതി. ഇതിൻ്റെ ഫലമായിട്ട് എത്ര കിട്ടും? 10 വോളിയം വാട്ടർ വേപ്പർ കിട്ടും. ഇതും നമുക്ക് ഇതിൽ നിന്ന് എഴുതിക്കൂടെ? നമ്മുടെ ചോദ്യത്തിന് വേണ്ടി ഉത്തരവായി. ഇഫ് 10 വോളിയം ഓഫ് ഡൈഹൈഡ്രജൻ ഗ്യാസ് റിയാക്ട് വിത്ത് 5 വോളിയം ഓഫ് ഡയോക്സിജൻ ഗ്യാസ്, ഹൗ മെനി വോളിയം ഓഫ് വാട്ടർ വേപ്പർ വിൽ ബി പ്രൊഡ്യൂസ്ഡ്? 10 വോളിയം ഓഫ് വാട്ടർ വേപ്പർ ഈസ് പ്രൊഡ്യൂസ്ഡ്. കഴിഞ്ഞു. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ?
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. കൺവേർട്ട് ദ ഫോളോയിങ് ഇൻറ്റു ബേസിക് യൂണിറ്റ്സ്. ഈ തന്നിരിക്കുന്ന ആളുകൾ അവരുടെ ബേസിക് യൂണിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ മക്കളെ നോക്കാം ഓരോന്നായിട്ട്. 28.7 പൈക്കോമീറ്റർ. മക്കളെ പൈക്കോമീറ്റർ എന്ന് കാണുമ്പോഴേ നമുക്കറിയാം ലെങ്തിൻ്റെ യൂണിറ്റ് ആണ്. ഇതിനെ നമുക്ക് ലെങ്തിൻ്റെ SI യൂണിറ്റ് ആയുള്ള മീറ്ററിലോട്ട് മാറ്റാം. എങ്ങനെയാ? 28.7 ഇൻറ്റു ഒരു പൈക്കോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻12 മീറ്റർ. അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? 2.87 ഇൻറ്റു 10⁻⁻11 മീറ്റർ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? അടുത്ത നോക്കടാ. 15.15 പൈക്കോമീറ്റർ. വീണ്ടും പൈക്കോമീറ്റർ ലെങ്തിൻ്റെ SI യൂണിറ്റ് നമുക്ക് 15.15 ഇൻറ്റു 10⁻⁻12 മീറ്റർ എന്ന് എഴുതാം. അല്ലെങ്കിൽ 1.515 ഇൻറ്റു 10⁻⁻11 മീറ്റർ എന്ന് എഴുതാം. ഓക്കെ ആണോ? അടുത്ത നോക്ക്. 25365 മില്ലിഗ്രാം. മില്ലിഗ്രാം എന്ന് കാണുമ്പോഴേ മക്കളെ മനസ്സിലാകും ഇത് ആരാണ്? മാസാണ്. മാസിൻ്റെ SI യൂണിറ്റ് എന്താ? ഗ്രാമാണ്. അപ്പോൾ മില്ലിയെ നമ്മൾ ഗ്രാമാക്കി മാറ്റാൻ 25365 ഇൻറ്റു 10⁻³ ഗ്രാം എഴുതിയാൽ പോരെ? ഓക്കെ ആണോ? ഇനി ഇതിനെ അല്ല, മാസിൻ്റെ SI യൂണിറ്റ് കിലോഗ്രാം അല്ലേ മക്കളെ? അപ്പോൾ ഇതിനെ ആദ്യമേ ഗ്രാമിലോട്ട് മാറ്റി എന്നിട്ട് നമുക്ക് കിലോഗ്രാമിലോട്ട് എഴുതാം കേട്ടോ. ഓക്കെ, അതായത് നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? നമുക്കതാ 25.365 അത്രയും ഗ്രാം എന്ന് എഴുതിക്കൂടെ? ഇനി ഇതിനെ കിലോഗ്രാമിലോട്ട് മാറ്റണം. എങ്ങനെ മാറ്റും? നമുക്കതാ 25.365 ഗ്രാമിനെ നമുക്ക് 25.365 ഇൻറ്റു 10⁻³ കിലോഗ്രാം എന്ന് എഴുതിക്കൂടെ? ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എന്താ നോക്ക്. 2.5365 ഇൻറ്റു 10⁻² കിലോഗ്രാം എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, മാസിൻ്റെ SI യൂണിറ്റ് കിലോഗ്രാം ആണ് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? കിട്ടിയല്ലോ. എല്ലാവരെയും നമ്മൾ എന്തിലോട്ട് മാറ്റി? അവരുടെ ബേസിക് യൂണിറ്റിലോട്ട് മാറ്റി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വിൽ ഹാവ് ദ ലാർജസ്റ്റ് നമ്പർ ഓഫ് ആറ്റംസ്? ഏറ്റവും കൂടുതൽ ആറ്റങ്ങളുള്ളത് ഈ പറയുന്നതിൽ ആരുടെ കയ്യിലാണ്? ഓരോരുത്തരെയായിട്ട് എടുക്കാം. 1 ഗ്രാം സിൽവർ, ഗോൾഡ് അല്ലേ? AU ഗോൾഡ്, ഓറം കേട്ടോ. ഗോൾഡിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണെന്ന് അറിയാമോ മക്കളെ? ഗോൾഡിൻ്റെ അറ്റോമിക് വെയിറ്റ് അല്ലേ നമുക്ക് ഇവിടെ വേണ്ട? അപ്പോൾ ഗോൾഡിൻ്റെ അറ്റോമിക് വെയിറ്റ് എന്ന് പറയുന്നത് 197 അതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. എന്താ 1 ഗ്രാം ഗോൾഡ് AU എന്ന് പറഞ്ഞാൽ 1/197 മോൾ ഓഫ് ഗോൾഡ്. ഓക്കെ ആണോ? എന്ന് പറഞ്ഞാൽ നമ്മളിതാ 6.022 ഇൻറ്റു 10⁻23 ഇൻറ്റു 1/197 ആറ്റംസ് ഓഫ് ഗോൾഡ്. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഏകദേശം 3.06 ഇൻറ്റു 10⁻21 ആറ്റംസ് എന്ന് കിട്ടും. ഓക്കെ ആണോ? ഒന്നാമത്തെ ആൾ കിട്ടിയില്ലേ? രണ്ടാമത്തെ ആളെ നോക്കാം മക്കളെ. 1 ഗ്രാം സോഡിയം. 1 ഗ്രാം സോഡിയം എന്ന് വെച്ചാൽ എത്രയാ? 1/23 മോൾ ഓഫ് സോഡിയം. 1/23 മോൾ ഓഫ് സോഡിയം. ഓക്കെ, എന്ന് വെച്ചാൽ 6.022 ഇൻറ്റു 10⁻23 ഇൻറ്റു 1/23 ആറ്റംസ് ഓഫ് സോഡിയം. ഓക്കെ, ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടുമെന്നറിയോ? 26.2 ഇൻറ്റു 10⁻21 ആറ്റംസ് എന്ന് കിട്ടും. ഓക്കെ ആണോ മക്കളെ? ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അടുത്ത നോക്കാം. അടുത്ത നമ്മൾ എന്തുവാ? 1 ഗ്രാം ലിഥിയം. 1 ഗ്രാം ലിഥിയം എന്ന് പറഞ്ഞാൽ ലിഥിയത്തിൻ്റെ അറ്റോമിക് വെയിറ്റ് എത്രയാണ് മക്കളെ? 7 അല്ലേ? 1/7 മോൾ ഓഫ് ലിഥിയം എന്ന് വെച്ചാൽ എത്രയാ? 6.022 ഇൻറ്റു 10⁻23 ഇൻറ്റു 1/7 ആറ്റംസ് ഓഫ് ലിഥിയം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എന്ന് വെച്ചാൽ ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിതാ 86.0 ഇൻറ്റു 10⁻21 ആറ്റംസ്. ഓക്കെ, അവസാനമായിട്ട് ഒരാളും കൂടി ഇല്ലേ മക്കളെ? അവസാനമായിട്ട് നമ്മൾ ചെയ്യുന്ന ആരെയാ? 1 ഗ്രാം ക്ലോറിൻ. 1 ഗ്രാം ക്ലോറിൻ എന്ന് വെച്ചാൽ എത്രയുണ്ട്? നമ്പർ ഓഫ് മോൾസ് നോക്കാം നമുക്ക്. 1/71. ഒരു ക്ലോറിൻ്റെ അറ്റോമിക് വെയിറ്റ് 35.5 അല്ലേ? അപ്പോൾ 2 ക്ലോറിൻ ആറ്റം കൂടി ചേർന്ന മോളിക്കൂൾ അല്ലേ ഇത്? അപ്പോൾ 1/71 മോൾ ഓഫ് ക്ലോറിൻ എന്ന് വെച്ചാൽ 6.022 ഇൻറ്റു 10⁻23 ഇൻറ്റു 1/71 മോളിക്യൂൾസ് ഓഫ് ക്ലോറിൻ. ഓക്കെ, എന്ന് വെച്ചാൽ 2 ഇൻറ്റു
6.022 ഇൻറ്റു 10⁻23 ഇൻറ്റു 1/71 അത്രയും ആറ്റംസ് ഓഫ് ക്ലോറിൻ. മക്കളെ കാര്യം, ഒരു ക്ലോറിൻ മോളിക്കൂളിൽ എത്ര ക്ലോറിൻ ആറ്റം ഉണ്ട്? 2 ക്ലോറിൻ ആറ്റം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. ഇത് നമ്മൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് എത്ര കിട്ടുമെന്ന് അറിയാമോ? 8.48 ഇൻറ്റു 10⁻21 ക്ലോറിൻ ആറ്റംസ്. ഓക്കെ, കിട്ടിയോ? സെറ്റല്ലേ? ഇത്രയും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഏറ്റവും കൂടുതൽ ആറ്റങ്ങളുള്ള എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 1 ഗ്രാം ലിഥിയത്തിലാണ് കാര്യം. 1 ഗ്രാം ലിഥിയത്തിൽ എത്ര ആറ്റങ്ങളെ കാണാൻ പറ്റും? 1 ഗ്രാം ലിഥിയത്തിൽ 86.0 ഇൻറ്റു 10⁻21 ആറ്റംസ്. അപ്പോൾ ഏറ്റവും കൂടുതൽ എവിടെ? 1 ഗ്രാം ലിഥിയത്തിൽ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? സെറ്റല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ, calculate the molarity of a solution of ethanol in water in which mole fraction of ethanol is 0.040. Assume the density of water to be 1. വാട്ടറിൻ്റെ ഡെൻസിറ്റി 1 ആണെന്ന് അസ്യൂം ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് എ സൊല്യൂഷൻ ഓഫ് എഥനോൾ ഇൻ വാട്ടർ ഇൻ വിച്ച് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് എഥനോൾ ഈസ് 0.040. അസ്യൂം ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ ടു ബി 1. ഓക്കെ, അപ്പോൾ വാട്ടറിൻ്റെ ഡെൻസിറ്റി 1 ആണെന്ന് അസ്യൂം ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? മൊളാരിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത് മക്കളെ. മൊളാരിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ മൊളാരിറ്റി എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഓക്കെ ആണേ? ക്ലിയർ ആണേ? ഇങ്ങനെയാണ് നമ്മൾ മൊളാരിറ്റി കണ്ടുപിടിക്കുന്നത്. പക്ഷേ മോൾ ഫ്രാക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. മോൾ ഫ്രാക്ഷൻ എത്രയാണ് തന്നിരിക്കുന്നത്? 0.040. ഓക്കെ, ക്ലിയർ ആണേ? ഇനി ദാ എങ്ങനെയാണ് മക്കളെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്നത്? മോൾ ഫ്രാക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാം നമ്പർ ഓഫ് മോൾസ് ഓഫ് ഇപ്പോൾ എഥനോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എഥനോൾ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇത് തന്നിട്ടുണ്ട് 0.040 ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് എഥനോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എഥനോൾ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇനി ദാ നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ നമുക്ക് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടറിൻ്റെ ഡെൻസിറ്റി 1 ആണെന്ന് പറയുന്നില്ലേ? അതായത് 1000 ഗ്രാം എന്നാണ്. സോ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ കണ്ടുപിടിക്കാം. എത്രയായിരിക്കും? 1000 ഡിവൈഡഡ് ബൈ 18. 1000 ഡിവൈഡഡ് ബൈ 18 ചെയ്യുമ്പോൾ നമുക്ക് 55.55 മോളെന്ന് കിട്ടും. എത്ര എന്ന് കിട്ടും? 55.55 മോളെന്ന് കിട്ടും. ഇതെടുത്ത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മക്കളെ 0.040 ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് എഥനോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എഥനോൾ പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ 55.55. മക്കളെ ഇതിനെ സോൾവ് ചെയ്യുക. ഇതിനെ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്താൽ മതി. നമുക്ക് 0.040 ഇൻറ്റു നമ്പർ ഓഫ് മോൾസ് ഓഫ് എഥനോൾ പ്ലസ് 55.55 ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് എഥനോൾ എന്ന് കിട്ടും. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്കിതാ നമ്പർ ഓഫ് മോൾസ് ഓഫ് എഥനോൾ 2.314 മോളെന്ന് കിട്ടും. എത്ര എന്ന് കിട്ടും? 2.314 മോളെന്ന് കിട്ടും. ഓക്കെ ആണേ? മൊളാരിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ മക്കളെ? മൊളാരിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് 2.314 ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. വോളിയം ഓഫ് സൊല്യൂഷൻ നമ്മൾ എത്രയായിട്ട് എടുക്കണം? 1 ആയിട്ട് എടുക്കണം. കാര്യം നമ്മൾ വോളിയം ഓഫ് സൊല്യൂഷൻ 1 ആയിട്ട് എടുക്കുന്നതുകൊണ്ടാണ് ഇതിൻ്റെ മാസ് എത്ര എന്ന് കിട്ടുന്നത്? 1000 എന്ന് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എത്ര എന്ന് കിട്ടും? 2.314 മോൾ പെർ ലിറ്റർ അല്ലെങ്കിൽ മോളാർ എന്ന് നമുക്ക് കിട്ടും. കിട്ടിയോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. വാട്ട് വിൽ ബി ദ മാസ് ഓഫ് 1 കാർബൺ 12 ആറ്റം ഇൻ ഗ്രാം? മക്കളെ ഒരു കാർബൺ 12 ആറ്റം ഗ്രാമിലുള്ള അതിൻ്റെ മാസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. നമുക്ക് 1 മോള് കാർബൺ 12ൻ്റെ മാസ് എത്രയാണ് മക്കളെ? 12 ഗ്രാം. അറിയാമല്ലോ. 1 മോള് കാർബൺ 12ൽ എത്ര പാർട്ടിക്കിളുണ്ട്? 6.022 ഇൻറ്റു 10⁻23 പാർട്ടിക്കിൾസ് ആറ്റംസ് ഉണ്ട്. അപ്പോൾ മാസ് ഓഫ് 1 ആറ്റം, ഒരാറ്റത്തിൻ്റെ മാസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 12 ഡിവൈഡഡ് ബൈ 6.022 ഇൻറ്റു 10⁻23. 12 ഡിവൈഡഡ് ബൈ 6.022 ഇൻറ്റു 10⁻23 ചെയ്യുമ്പോൾ 1.993 ഇൻറ്റു 10⁻23 ഗ്രാം എന്ന് കിട്ടും. 1.993 ഇൻറ്റു 10⁻23 ഗ്രാം എന്ന് കിട്ടും. ഓക്കെ ആണോ?
ക്ലിയർ ആണോ? അത് മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഹൗ മെനി സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഷുഡ് ബി പ്രസൻറ്റ് ഇൻ ദി ആൻസർ ഓഫ് ദി ഫോളോയിങ് കാൽക്കുലേഷൻ? നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം, ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗറുമായിട്ട് ബന്ധപ്പെട്ട റൂളുകൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അഡിഷൻ, സബ്ട്രാക്ഷൻ തുടങ്ങിയ എല്ലാ കേസുകളും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ മക്കളെ, ആദ്യത്തെ കേസ് നോക്ക്. ഇതിൻ്റെ ആൻസർ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കുറവ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇതിനകത്ത് എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. സോ നമ്മുടെ ആൻസറിൽ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വേണം? 3 എണ്ണം വേണം. കിട്ടിയോ? ഓക്കെ ആണോ? ഇനി അടുത്ത ഇതിൻ്റെ കേസിൽ നിങ്ങൾക്ക് 5 എടുക്കാനുള്ള ഒരു ടെൻഡൻസി തോന്നും, പക്ഷേ അതൊരു എക്സാക്റ്റ് നമ്പറാണ്, അതുകൊണ്ട് അത് എടുക്കില്ല. ഇതിനകത്ത് എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്? 4 എണ്ണം ഉണ്ട്. സോ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗർ വേണം ആൻസറിനകത്ത്? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗർ വേണം. ഇത് തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് 4, ഇതിനകത്ത് 4, 4, 4. ഓക്കെ, നമ്മൾ എത്ര സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വേണം ആൻസറിനകത്ത്? 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വേണം. കിട്ടിയോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? അതൊന്നും ഓർത്ത് വെച്ചേക്കുക. അത് വെച്ചുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. യൂസ് ദ ഡേറ്റ ഗിവൺ ഇൻ ദ ഫോളോയിങ് ടേബിൾ ടു കാൽക്കുലേറ്റ് ദ മോളാർ മാസ് ഓഫ് നാച്ചുറലി ഒക്കറിങ് ആർഗൺ ഐസോട്ടോപ്പ്. ആവറേജ് അറ്റോമിക് മാസ് കണ്ടുപിടിക്കാനാ ചോദ്യം. അതായത് ഐസോട്ടോപ്പുകളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന എലമെൻറ്റുകളുടെ കേസിൽ അവരുടെ ആവറേജ് അറ്റോമിക് മാസ് അല്ലേ നമ്മൾ കണക്ക് കൂട്ടുന്നത്. അതെങ്ങനെയാണ് കണക്ക് കൂട്ടുന്നതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ഏതെങ്കിലും ഒരു ഐസോട്ടോപ്പിൻ്റെ മാസ് ഇൻറ്റു അതിൻ്റെ പെർസെൻറ്റേജ് അബണ്ടൻസ്, ഇങ്ങനെ ചെയ്താൽ മതി. നമുക്ക് എന്ത് കിട്ടും? സിമ്പിളായിട്ട് ഇവരുടെ ആവറേജ് അറ്റോമിക് മാസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ആർഗൺ എന്ന് പറയുന്ന ആളിൻ്റെ ആർഗൺ 36, ആർഗൺ 38, ആർഗൺ 40, ഈ 3 ഐസോട്ടോപ്പുകളല്ലേ തന്നിരിക്കുന്നത്. അവരുടെ പെർസെൻറ്റേജ് അബണ്ടൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ആവറേജ് അറ്റോമിക് മാസ് ഓഫ് ആർഗൺ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം മക്കളെ? ആദ്യമേ ആർഗൺ 36 ഐസോട്ടോപ്പിൻ്റെ മാസ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. എത്രയാ? 35.96755 എന്ന് തന്നിട്ടുണ്ട്. ഇൻറ്റു അതിൻ്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട് 0.337 ഡിവൈഡഡ് ബൈ 100. ഓക്കെ ആണോ? പ്ലസ് അടുത്ത ആർഗൺ ഐസോട്ടോപ്പിൻ്റെ തന്നിട്ടില്ലേ? 37.96272 ഇൻറ്റു എത്രയാ പെർസെൻറ്റേജ്? 0.063 ഡിവൈഡഡ് ബൈ 100. പ്ലസ് അടുത്ത 39.9624 ഇൻറ്റു എത്ര പെർസെൻറ്റേജ്? 99.600 ഡിവൈഡഡ് ബൈ 100. മക്കളെ, ഇങ്ങനെയാണ് നമ്മൾ എപ്പോഴും ആവറേജ് അറ്റോമിക് മാസ് കണ്ടുപിടിക്കുന്നത്. എങ്ങനെ? നമ്മൾ തന്നിരിക്കുന്ന ആൾ, അയാളുടെ ഓരോ ഐസോട്ടോപ്പിൻ്റെയും പെർസെൻറ്റേജ് കോമ്പോസിഷൻ എത്രയാണെന്ന് നോക്കണം. അത് വെച്ചുകൊണ്ട് ആ ഐസോട്ടോപ്പിൻ്റെ മാസ് എത്രയാണെന്ന് നോക്കണം. അത് വെച്ചുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് കണക്കൂട്ടാവുന്നേ ഉള്ളൂ. ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 39.947 അത്രയും ഗ്രാം പെർ മോൾ എന്ന് കിട്ടും. ആവറേജ് അറ്റോമിക് മാസ് കിട്ടി. ഇത്രയേ ഉള്ളൂ. എളുപ്പമാണ്. കിട്ടിയോ? ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ മക്കളെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ്. ഈ തന്നിരിക്കുന്ന ഓരോ ആളിനകത്തുള്ള ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഓക്കെ, നമുക്ക് നോക്കാം. നമുക്ക് തന്നിരിക്കുന്ന ആരൊക്കെയാ? 52 മോൾസ് ഓഫ് ആർഗൺ, 52 U ഓഫ് ഹീലിയം, 52 ഗ്രാം ഓഫ് ഹീലിയം. ഓക്കെ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിളാണ്. നമുക്ക് നോക്കാം മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ ഫോളോയിങ്. 52 മോൾസ് ഓഫ് ആർഗൺ, 52 U ഓഫ് ഹീലിയം, 52 ഗ്രാം ഓഫ് ഹീലിയം. ഇങ്ങനെയല്ലേ ക്വസ്റ്റ്യൻ പറയുന്നത്. നമുക്ക് നോക്കാം. ഓരോരുത്തരിനകത്തുള്ള നമ്പർ ഓഫ് ആറ്റംസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യമേ 52 മോൾസ് ഓഫ് ആർഗൺ ഇതല്ലേ പറഞ്ഞിരിക്കുന്നത് മക്കളെ. ഇതിനകത്തുള്ള ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് ആറ്റംസ് നമ്മൾ എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്? മൊത്തം നമ്പർ ഓഫ് മോൾസ് 52 ഇൻറ്റു ഒരു മോളിനകത്ത് എത്ര ആറ്റങ്ങൾ കാണും? 6.022 ഇൻറ്റു 10⁻23 ആറ്റംസ് ഉണ്ടായിരിക്കും. ചെയ്യുമ്പോൾ നമുക്ക് 3.131 ഇൻറ്റു 10⁻25 ആറ്റംസ് ഓഫ് ആർഗൺ എന്ന് കാണാൻ പറ്റും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഒന്നാമത്തെ കിട്ടിയേ. അടുത്ത രണ്ടാമത്തെ നോക്കാം നമുക്ക്. രണ്ടാമതായിട്ട് 52 U ഓഫ് ഹീലിയം, 52 U ഓഫ് ഹീലിയം. ഓക്കെ, ഇതിനകത്തുള്ള ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണം മക്കളെ. ഒരു ആറ്റം ഹീലിയത്തിൻ്റെ മാസ് എത്രയാണ്? 4U അല്ലേ? അപ്പോൾ 52 U ഓഫ് ഹീലിയം എന്ന് വെച്ചാൽ അതിനകത്ത് എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും? 52 ഡിവൈഡഡ് ബൈ 4 ചെയ്താൽ പോരെ? 13 ആറ്റംസ് എന്ന് കാണാൻ പറ്റും. സോ നമ്പർ ഓഫ് ആറ്റംസ് എത്രയാ? 13 ആണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അവസാനമായിട്ട് നമുക്ക് നോക്കാം മക്കളെ. അടുത്ത എന്തുവാ?
52 gram of helium. ഓക്കെ മക്കളെ, ഒരു ഹീലിയത്തിൻ്റെ അറ്റോമിക് വെയിറ്റ് എത്രയാണ്? 4. സോ നമുക്ക് ആദ്യമേ നമ്പർ ഓഫ് മോൾസ് കണക്ക് കൂട്ടാം. നമ്പർ ഓഫ് മോൾസ് എങ്ങനെ? ഗിവൺ മാസ് 52 ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് 4 എത്ര? 13 മോൾ എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത നമ്പർ ഓഫ് ആറ്റംസ് കണക്ക് കൂട്ടാം. നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് 13 ഇൻറ്റു അവഗാഡ്രോ നമ്പർ 6.022 ഇൻറ്റു 10⁻23. ഓക്കെ മക്കളെ, ചെയ്യുമ്പോൾ നമുക്ക് 7.829 ഇൻറ്റു 10⁻24 ആറ്റംസ് എന്ന് കിട്ടും. കിട്ടിയോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇത്രയും ചെയ്താൽ മതി. സംഭവം സിമ്പിളാണ്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്കുള്ളതിൽ വെച്ച് അത്യാവശ്യം ഏറ്റവും നല്ല ചോദ്യങ്ങളിൽ ഒന്നാണ് ഈ അടുത്തത്. എ വെൽഡിംഗ് ഫ്യൂവൽ ഗ്യാസ് കണ്ടെയ്ൻസ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ only. Burning a small sample of it in oxygen give 3.38 gram of carbon dioxide, 0.690 gram of water and no other products. A volume of 10.0 liter measured at SGP of this welding gas is found to weigh 11.6 gram. Calculate empirical formula, molar mass of the gas, molecular formula. മക്കളെ, ഒരു വെൽഡിംഗ് ഫ്യൂവലിനകത്ത് ഉപയോഗിക്കുന്ന ഏതൊരു ഗ്യാസ് ഉണ്ട് അതിനകത്ത് കാർബണും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ചെറിയൊരു സാമ്പിൾ നമ്മൾ ബേൺ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഓക്സിജൻ്റെ പ്രസൻസിൽ ബേൺ ചെയ്യുന്ന സമയത്ത് 3.38 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും, 0.690 ഗ്രാം വാട്ടർ കിട്ടും. വേറെ പ്രോഡക്റ്റുകളൊന്നും കിട്ടത്തില്ല. എ വോളിയം ഓഫ് 10 ലിറ്റർ, ഈ ഗ്യാസിൻ്റെ തന്നെ 10 ലിറ്റർ ഈ വെൽഡിംഗ് ഗ്യാസ്, അതിൻ്റെ വെയിറ്റ് എത്രയാണ്? 11.6 ഗ്രാം ആണ്. എങ്കിൽ ഇതിൻ്റെ എംപെരിക്കൽ ഫോമുല കണ്ടുപിടിക്കണം, മോളാർ മാസ് കണ്ടുപിടിക്കണം, മോളിക്കുലർ ഫോമുല കണ്ടുപിടിക്കണം. ഇത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കാം. ശ്രദ്ധിച്ചിരിക്കണം മക്കളെ. എളുപ്പമാണ് ചെയ്യാൻ, പക്ഷേ നിങ്ങളത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇത്തിരി കാര്യങ്ങളുണ്ട് ഇതിനകത്ത് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം. മക്കളെ, നമുക്കറിയാം ഒരു മോള് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് എത്രയാണ്? ഒരു മോള് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാസ് 44 അറിയാമല്ലോ. ഒരു മോള് കാർബൺ ഡൈ ഓക്സൈഡിനകത്ത് എത്ര കാർബൺ ഉണ്ട്? 12 ഗ്രാം കാർബൺ ഉണ്ട് ഇല്ലേ? ഒരു മോള് കാർബൺ ഡൈ ഓക്സൈഡ് എടുത്താൽ അതിനകത്ത് എത്ര കാർബൺ ഉണ്ട്? 12 ഗ്രാം കാർബൺ ഉണ്ട്. എങ്കിൽ 3.38 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിനകത്ത് എത്ര കാർബൺ കാണും? ഒരു മോളെന്ന് പറഞ്ഞാൽ 44 ആണെന്നറിയാമല്ലോ. എങ്കിൽ 3.38 ഒരു മോള്, അതായത് 12 ഗ്രാം കാർബണാണ് 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിലുള്ളത്. എങ്കിൽ 3.38 ഗ്രാമിനകത്ത് എത്ര ഉണ്ടായിരിക്കും? ഇത് ചെയ്താൽ പോരെ? ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താ കിട്ടുമെന്നറിയോ? 0.9217 ഗ്രാം എന്ന് കിട്ടും. ഓക്കെ, 3.38 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിനകത്ത് എത്ര കാണും? 0.9217 ഗ്രാം കാർബൺ ഉണ്ടായിരിക്കും. കിട്ടിയോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇതേപോലെ തന്നെ നിങ്ങൾ ചിന്തിക്കുക. നമുക്ക് എന്താ കിട്ടിയുണ്ട്? 0.690 ഗ്രാം വാട്ടർ കിട്ടിയിട്ടുണ്ട് ഇല്ലേ മക്കളെ? ഒരു മോൾ അല്ലെങ്കിൽ 18 ഗ്രാം വാട്ടറിനെ എടുത്താൽ ഇതിനകത്ത് 2 ഗ്രാം ഹൈഡ്രജൻ ആണുള്ളത് അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ 0.690 ഗ്രാം വാട്ടർ നമ്മൾ എടുക്കുവാണെങ്കിൽ ഇതിനകത്ത് എത്ര കാണും? നമുക്ക് നോക്കാം. 2 ഡിവൈഡഡ് ബൈ 18 ഇൻറ്റു 0.690 ചെയ്താൽ പോരെ? ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടുമെന്നറിയാമോ? 0.0767 ഗ്രാം എന്ന് കിട്ടും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ കോമ്പൗണ്ടിനകത്തുള്ള കാർബണിൻ്റെ മാസും അറിയാം, ഹൈഡ്രജൻ്റെ മാസും അറിയാം. നമ്മളിതാ ടോട്ടൽ മാസ് ഓഫ് കോമ്പൗണ്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ പോരെ? 0.9217 പ്ലസ് 0.0767. ഓക്കെ, ഇത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. നമുക്ക് എത്രയെന്ന് കിട്ടും? 0.9984 ഗ്രാം എന്ന് കിട്ടും. 0.9984 ഗ്രാം എന്ന് കിട്ടും. നമ്മളെ കോമ്പൗണ്ടിൻ്റെ മാസ് കിട്ടിയേ. ഇനി ഇതിനകത്തുള്ള ഓരോരുത്തരുടെ പെർസെൻറ്റേജ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഇങ്ങനെ കണ്ടുപിടിക്കും മക്കളെ. കാർബണിൻ്റെ മാസ് നമുക്കറിയാം എത്രയാ? 0.9217 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ്, കോമ്പൗണ്ടിൻ്റെ ടോട്ടൽ മാസ് നമുക്കറിയാം എത്രയാ? 0.9984 ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 100 ചെയ്താൽ മതി മക്കളെ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് 92.32% എന്ന് കിട്ടും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്തും കൂടെ കണ്ടുപിടിക്കാം. പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജനും കൂടെ കണ്ടുപിടിക്കാം മക്കളെ. ഹൈഡ്രജൻ്റെ തന്നിരിക്കുന്ന മാസ് എത്രയാ? 0.0767 ഡിവൈഡഡ് ബൈ കോമ്പൗണ്ടിൻ്റെ മൊത്തം മാസ് എത്രയാ? 0.9984 ഇൻറ്റു എന്ത് ചെയ്താൽ മതി? 100 ചെയ്താൽ പോരെ? ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടുമെന്ന് അറിയാമോ മക്കളെ? 7.68% എന്ന് കിട്ടും. ഓക്കെ,
രണ്ടാളുകളുടെയും എന്ത് പെർസെൻറ്റേജ് കോമ്പോസിഷൻ നമ്മുടെ കയ്യിലുണ്ട്. പെർസെൻറ്റേജ് കോമ്പോസിഷൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കത് വെച്ചുകൊണ്ട് സിമ്പിളായിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? അവരുടെ എംപെരിക്കൽ ഫോമുലയും മോളിക്കുലർ ഫോമുലയും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് നോക്കാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ അല്ലെ നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ചെയ്യാം. നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ എങ്ങനെ മക്കളെ നമ്മൾ ചെയ്യുന്നത്? കാർബണിൻ്റെ പെർസെൻറ്റേജ് ഉണ്ടല്ലോ 92.32 ഡിവൈഡഡ് ബൈ കാർബണിൻ്റെ അറ്റോമിക് വെയിറ്റ് എത്രയാണ് മക്കളെ? 12 അല്ലേ? ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്രയെന്ന് കിട്ടും? 7.69 മോളെന്ന് കിട്ടും. ഓക്കെ ആണോ? ഇതേപോലെ തന്നെ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജനും കൂടെ ചെയ്യാം നമുക്ക്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ്റെ പെർസെൻറ്റേജ് എത്രയായിരുന്നു മക്കളെ? ഹൈഡ്രജൻ്റെ പെർസെൻറ്റേജ് നമ്മൾ കണ്ടുപിടിച്ചു 7.68 ഇല്ലേ? 7.68 ബൈ ഹൈഡ്രജൻ്റെ അറ്റോമിക് വെയിറ്റ് 1 ചെയ്യുമ്പോൾ എത്ര എന്ന് കിട്ടും? 7.68 മോളെന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ സിംപ്ലസ്റ്റ് റേഷ്യോ കണ്ടുപിടിക്കുന്നു. സിംപ്ലസ്റ്റ് റേഷ്യോ കണ്ടുപിടിക്കുമ്പോൾ കാർബണിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 എന്നും ഹൈഡ്രജന് കറസ്പോണ്ടിങ് ആയിട്ട് 1 എന്നും കിട്ടും. സോ നമുക്ക് നമ്മുടെ കോമ്പൗണ്ടിൻ്റെ എംപെരിക്കൽ ഫോമുല എഴുതാം. എംപെരിക്കൽ ഫോമുല ഓഫ് ദ കോമ്പൗണ്ട് ഈസ് C1H1. ഓക്കെ, നമ്മൾ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ ആദ്യത്തെ കാര്യം നമ്മൾ കണ്ടുപിടിച്ചു. ഇവരുടെ എംപെരിക്കൽ ഫോമുല നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? ഓക്കെ, ബാക്കിയിലോട്ട് വരാം മക്കളെ. അടുത്തതായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോണേ? നമുക്ക് മോളാർ മാസ് ഓഫ് ഗ്യാസ് കണ്ടുപിടിക്കാം. ഗ്യാസിൻ്റെ മോളാർ മാസ് ഓഫ് ഗ്യാസ് ഇതല്ലായിരുന്നു രണ്ടാമത് കണ്ടുപിടിക്കാൻ പറഞ്ഞത്, അതോ മോളിക്കുലർ ഫോമുല ആയിരുന്നോ? നോക്കട്ടെ. രണ്ടാമതായിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞ മോളാർ മാസ് ഓഫ് ഗ്യാസ്, ഗ്യാസിൻ്റെ മോളാർ മാസാണ്. അതിനു വേണ്ടിയാണ് ഈ ഒരു രണ്ടാമത്തെ ഭാഗം നമുക്ക് തന്നിരിക്കുന്നത്. A volume of 10 liter measured at STP of this welding gas is found to weigh 11.6 gram. ഓക്കെ, അപ്പോൾ നമുക്കത് ഒന്ന് എടുത്ത് എഴുതാം. ഓക്കെ, weight of 10 liter of gas at STP. തന്നിരിക്കുന്ന ഗ്യാസിൻ്റെ 10 ലിറ്റർ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിലും പ്രഷറിലും അതിൻ്റെ വെയിറ്റ് എത്രയാണ്? 11.6 ഗ്രാം. ഓക്കെ, അതല്ലേ നമ്മൾ കണ്ടേ? അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഒരു മോള് വെയിറ്റ് ഓഫ് 1 മോൾ അല്ലെങ്കിൽ 22.4 ലിറ്റർ എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക്? 11.6/10 ഇൻറ്റു 22.4 മോളാർ വോളിയം ചെയ്താൽ പോരെ? നമുക്ക് എത്രയെന്ന് കിട്ടും മക്കളെ? 25.98 അല്ലെങ്കിൽ 26 ഗ്രാം എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ കോമ്പൗണ്ടിൻ്റെ മോളിക്കുലർ മാസ് അല്ലെങ്കിൽ മോളാർ മാസ്. അപ്പോൾ മോളാർ മാസ് എത്രയാ? 26 ഗ്രാം. ഓക്കെ ആണോ? അടുത്ത എന്താ മക്കളെ കണ്ടുപിടിക്കേണ്ടത്? അടുത്ത നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മോളിക്കുലാർ ഫോമുലയല്ലേ? മോളിക്കുലാർ ഫോമുല നമുക്ക് കണ്ടുപിടിക്കാം. മോളിക്കുലാർ ഫോമുല കണ്ടുപിടിക്കാൻ N ഇൻറ്റു എംപെരിക്കൽ ഫോമുല ചെയ്താൽ പോരെ മക്കളെ? N എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപെരിക്കൽ ഫോമുല മാസ് ചെയ്താൽ മതി. മോളാർ മാസ് എത്രയാടാ മക്കളെ? 26. എംപെരിക്കൽ ഫോമുലയിൽ നിന്ന് കിട്ടുന്ന മാസം ഒരു കാർബൺ 12, ഒരു ഹൈഡ്രജൻ 1. ഓക്കെ, 26 ഡിവൈഡഡ് ബൈ 13 എത്ര എന്ന് കിട്ടും? 2 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ എംപെരിക്കൽ ഫോമുല ഇൻറ്റു 2 ചെയ്താൽ പോരെ? അതായത് C1H1 ഇൻറ്റു 2 ടൈംസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്തെന്ന് കിട്ടും? C2H2 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ മോളിക്കുലാർ ഫോമുല. മോളിക്കുലാർ ഫോമുല എന്താ? C2H2. കിട്ടിയോ? നമുക്കുള്ള ക്വസ്റ്റ്യനുകളിൽ വെച്ച് ഏറ്റവും നല്ല ക്വസ്റ്റ്യനുകളിൽ ഒരെണ്ണമാണിത്. വളരെ ഇത്തിരി ചെയ്യാനുണ്ട്, പക്ഷേ എളുപ്പമാണ്. നോക്കേ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തെങ്കിൽ പോലും ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, എളുപ്പമുള്ള കാര്യമാണ് മക്കളെ. അപ്പോൾ ഇത് നല്ല വൃത്തിക്ക് തന്നെ പഠിക്കുക. ഓക്കെ ആണേ? ക്ലിയർ ആണേ? നമുക്ക് നേരെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അതിനു മുൻപേ എല്ലാവരും പെട്ടെന്ന് ഈ ചോദ്യം ഒന്നുകൂടെ നോക്കണം. എന്താണ് നമ്മളിവിടെ ചെയ്തതെന്നുള്ള കാര്യം കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. കാര്യം നമുക്ക് ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല, കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇത്തിരി ടൈം കൺസ്യൂമിംഗ് ആണ് എന്നുള്ള കാര്യം ശരി തന്നെയാണ്, പക്ഷേ ബുദ്ധിമുട്ടൊന്നും നമുക്ക് വരുത്തത്തില്ല, എളുപ്പമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. കാൽഷ്യം കാർബണേറ്റ് റിയാക്ട് വിത്ത് അക്വസ് HCl
to give calcium chloride and carbon dioxide according to the reaction CaCO3 plus 2HCl gives CaCl2 plus CO2 plus H2O. What mass of calcium carbonate is required to react completely with the 25 milliliter of 0.75 molar HCl? Okay. ദാ ഇതും കേൾക്കാൻ നേരം ഒരിത്തിരി ബുദ്ധിമുട്ട് തോന്നും, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഒരിത്തിരി ബുദ്ധിമുട്ട് തോന്നും, പക്ഷേ ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ആദ്യമേ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതാം മക്കളെ. എന്താ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ? CaCO3 കാൽഷ്യം കാർബണേറ്റ് പ്ലസ് 2HCl ഗിവ്സ് CaCl2 കാൽഷ്യം ക്ലോറൈഡ് പ്ലസ് CO2 കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് H2O. ഓക്കെ, ഇതല്ലേ നമ്മുടെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഇനി അവരൊരു മൊളാരിറ്റി തരുന്നുണ്ട്. മൊളാരിറ്റി എത്രയാണ് മക്കളെ തന്നിരിക്കുന്ന മൊളാരിറ്റി? 0.75 മോളാർ. ഓക്കെ, എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? 0.75 മോൾ ഓഫ് HCl ഇൻ 1 ലിറ്റർ H2O. 1 ലിറ്റർ വെള്ളത്തിൽ 0.75 മോള് അത്രയും ഇരിക്കുന്നല്ലേ? അല്ലെങ്കിൽ നമുക്കത് 0.75 ഇൻറ്റു 36.5 gram of HCl in 1 liter വാട്ടർ എന്നല്ലേ തന്നിരിക്കുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? എന്ന് വെച്ചാൽ എത്രയാണ് മക്കളെ? 27.375 gram of HCl in 1 ലിറ്റർ വാട്ടർ. ഇത്രയും പറഞ്ഞ് കിട്ടിയോ മക്കളെ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയാതാ 1000 മില്ലി ലിറ്റർ സൊല്യൂഷനകത്ത് എത്ര HCl ഉണ്ട്? 27.375 ഗ്രാം HCl ഉണ്ട്. എങ്കിൽ 25 മില്ലി ലിറ്റർ സൊല്യൂഷനകത്ത് എത്ര കാണും മക്കളെ? കണ്ടുപിടിക്കാൻ എന്താ ബുദ്ധിമുട്ട്? ദാ 27.375 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു 25 ചെയ്താൽ പോരെ? ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര എന്ന് കിട്ടും? 0.6844 അത്രയും ഗ്രാം എന്ന് കിട്ടും. ഓക്കെ, കിട്ടിയോ മക്കളെ? ഓക്കെ ആണോ? എങ്കിൽ ദാ അടുത്തായിട്ട് നിങ്ങൾ ദാ ഇങ്ങനെ ചിന്തിക്ക്. 2 മോള് HCl റിയാക്ട് ചെയ്താൽ നമുക്ക് അല്ലെങ്കിൽ റിയാക്ട് ചെയ്യാൻ നമുക്ക് 1 മോള് കാൽഷ്യം കാർബണേറ്റ് വേണം ഇല്ലേ? അതായത് 2 ഇൻറ്റു 36.5 എന്ന് വയ്ക്കുമ്പോൾ എത്രയാണ് മക്കളെ? 73 ഗ്രാം HClന് റിയാക്ട് ചെയ്യാൻ എത്ര വേണം? 100 ഗ്രാം കാൽഷ്യം കാർബണേറ്റ് വേണം. അങ്ങനല്ലേ നമ്മൾ കണക്കുകൾ പ്രകാരം പറയുന്നത്. അപ്പോൾ നമുക്ക് എമൗണ്ട് ഓഫ് കാൽഷ്യം കാർബണേറ്റ് കണ്ടുപിടിക്കാം. എമൗണ്ട് ഓഫ് കാൽഷ്യം കാർബണേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ദാ 100 ഗ്രാമിന് 100 ഗ്രാം റിയാക്ട് ചെയ്യാൻ 73 ഗ്രാം വേണമെങ്കിൽ 0.6844 ഗ്രാം റിയാക്ട് ചെയ്യാൻ എത്ര വേണം? 0.9375 ഗ്രാം വേണം. 0.9375 ഗ്രാം ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? സെറ്റല്ലേ മക്കളെ? അങ്ങനെയാണെങ്കിൽ ദാ നമുക്ക് നേരെ നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, ദാ ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ക്ലോറിൻ ഈസ് പ്രിപ്പയർഡ് ഇൻ ദ ലബോറട്ടറി ബൈ ട്രീറ്റിംഗ് മാംഗനീസ് ഡയോക്സൈഡ് വിത്ത് aqueous hydrochloric acid according to the reaction 4HCl plus MnO2 gives 2H2O plus MnCl2 plus Cl2. ഇങ്ങനെയാണ് റിയാക്ഷൻ. ഹൗ മെനി ഗ്രാം ഓഫ് HCl റിയാക്ട് വിത്ത് 5 ഗ്രാം ഓഫ് മാംഗനീസ് ഡയോക്സൈഡ് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, നമുക്ക് നോക്കാം. ഇതാ മക്കളെ, ആദ്യമേ ആ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ സാറിന് എടുത്ത് എഴുതട്ടെ. ഇതാ നോക്കിക്കോ. 4HCl plus MnO2 gives 2H2O plus MnCl2 plus Cl2. ഓക്കെ, ക്ലിയർ ആണേ മക്കളെ? 1 മോള് MnO2 എന്ന് വെച്ചാൽ ദാ മാംഗനീസ് 55 പ്ലസ് 2 ഓക്സിജൻ 2 ഇൻറ്റു 16 ചെയ്യുമ്പോൾ എത്ര എന്ന് കിട്ടും? 87 ഗ്രാം. ഓക്കെ ആണോ? 4 മോള് HCl എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 1 HClന് 36.5 ചെയ്യുമ്പോൾ എത്ര എന്ന് കിട്ടും? 146 ഗ്രാം എന്നും കിട്ടും. മക്കളെ, 1 മോള് MnO2 റിയാക്ട് ചെയ്യാൻ 4 മോള് HCl വേണമെന്നല്ലേ റിയാക്ഷനിൽ കാണാൻ പറ്റുന്നത്? എങ്കിൽ അതായത് ഇതിൻ്റെ അർത്ഥം എന്തുവാ? 87 ഗ്രാം MnO2 റിയാക്ട് ചെയ്യാൻ 146 ഗ്രാം HCl വേണമെന്നല്ലേ റിയാക്ഷനകത്ത്? അങ്ങനെയാണെങ്കിൽ 5 ഗ്രാം MnO2 റിയാക്ട് ചെയ്യാൻ
എത്ര വേണം? 146 ഡിവൈഡഡ് ബൈ 87 ഇൻറ്റു 5 ചെയ്യുമ്പോഴത്തേക്കും 8.4 എന്ന് കിട്ടും. എത്രയെന്ന് കിട്ടും? 8.4 ഗ്രാം HCl ആണ് നമുക്ക് വേണ്ടത്. കിട്ടിയോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇത്രയും ക്വസ്റ്റ്യനുകളാണ് നമ്മുടെ NCERT എക്സസൈസിനകത്തുള്ളത്.